ഇന്ന് വരാനായിട്ട് അത്യാവശ്യം നന്നായി വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അതിനുശേഷം മാത്രമേ കിച്ചണിലോട്ട് കയറുള്ളൂ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റത്തേക്കുള്ള ഡിന്നറും സെറ്റാക്കണം. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ഡേക്കുള്ള ലഞ്ചും സെറ്റാക്കണം. സെപ്പറേറ്റ് വേറെ വെക്കത്തില്ല. ഇന്നത്തെ ഡിന്നറിൻ്റെ കറി തന്നെയായിരിക്കും നെക്സ്റ്റ് ഡേ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുക കേട്ടോ. ഇന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പയറും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക നേരെ തോരനാണ് വെക്കുന്നത്. അതുപോലെ തന്നെ പയർ വിഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ കണവ കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ടിട്ട്, ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണവ ഒരു മസാലക്കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാനായിട്ട് പറ്റുമല്ലോ, സെപ്പറേറ്റ് വേറെ കറി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം കണവയെല്ലാം ഞാനൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയായി വന്നു. അപ്പം ഇനി നമ്മുടെ മസാലയിലോട്ട് ജസ്റ്റ് ഒന്ന് ചേർത്ത് ഇനി അതൊന്ന് വേവാനായിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു ബുൾസയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് വയറെന്തോ എരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല, വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ നമ്മുടെ കണവയ്ക്കകത്ത് ഒഴിക്കുന്നുണ്ട്. അത് റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഇത് നമ്മളിപ്പോൾ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മീനാണ്. ഈ മീൻ പൊതുവേ നമ്മുടെ വീട്ടിലൊന്നും മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്ത് മീനാണെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും മേടിച്ചത് കേട്ടോ. അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ട്. പൊതുവെ എനിക്ക് വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതിങ്ങനെ വിഴുക്ക് വരട്ടെന്ന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്.